6 വർഷങ്ങൾക്ക് മുൻപ് 2019 രാജ്യത്തിന്റെ കാവൽക്കാരനായി സ്വയം വിശേഷിപ്പിച്ച നരേന്ദ്ര ദാമോദർദാസ് മോദിയെ നോക്കി അയാൾ വിളിച്ചു പറഞ്ഞു, ചൌക്കിദാർ ചോർ ഹെ. 6 വർഷങ്ങൾക്കിപ്പുറം 2025 ആ മനുഷ്യൻ തെളിവുകൾ നിരത്തി പറയുന്നു, സർക്കാർ ചോർ ഹെ. 2 കോടി വോട്ടർമാരുള്ള ഹരിയാനയിൽ 25 ലക്ഷം വോട്ടുകൾ വ്യാജ വോട്ടുകളെന്ന് തെളിവുകൾ നിരത്തിയിട്ട് 96 മണിക്കൂർ പിന്നിടുന്നു. അപ്പോഴും ജനാധിപത്യത്തിന്റെ ചൌക്കിദാർമാർ അണ്ണാക്കിൽ പഴം തിരികിയിരിക്കുകയാണ്. ജനാധിപത്യത്തിന്റെ പെരുന്നാള് കൂടാൻ ബീഹാർ നാളെയും പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകുന്നുണ്ട്. ജനാധിപത്യത്തിന്റെ പുതിയ കശാപ്പുശാല ബീഹാറാണെന്ന് രാഹുൽ നേരത്തെ പ്രവചിച്ചു. അതിനുള്ള പുത്തനടവാണ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന SIR എന്നും രാഹുൽ പറഞ്ഞു. അത് പറഞ്ഞു തീരും മുൻപ് ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിൽ ജനഹിതം കുറിക്കാൻ വരി നിന്ന ആയിരങ്ങൾ വോട്ട് ചെയ്യാനാകാതെ നിസ്സഹായരായി മടങ്ങി. क्लियरली दिखा देंगे कि नरेंद्र मोदी चुनाव चोरी करके प्रधानमंत्री बना है, बीजेपी चुनाव चोरी करती है. क्लियरली बता देंगे, कोई डाउट नहीं होगा. ബ്രസീലിയൻ മോഡൽ ലാരിസാനേരിക്ക് 22 വോട്ടുകളുള്ള രാജ്യമാണ് മോദിയുടെ ഭാരതം. സ്വീറ്റിയും സരസ്വതിയും സീമയും കവിതയും കിരൺ ബേദിയും സുമൻ ദേവിയും വിമലയുമായി ബ്രസീലിയൻ മോഡൽ പരകായ പ്രവേശം ചെയ്യുന്ന മോദി മാജിക്. അതുകൊണ്ടാണ് BJPയുടെ പേര് ദയവായി ബ്രസീലിയൻ ജനതാ പാർട്ടി എന്ന് മാറ്റണമെന്ന് നടൻ പ്രകാശ് രാജ് പറഞ്ഞത്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഭരണം എന്നത് കള്ളന്മാർക്ക് വേണ്ടി കള്ളന്മാരാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന കള്ളന്മാരുടെ ഭരണം എന്ന് തിരുത്തി എഴുതേണ്ടി വരുമോ നമുക്ക്? ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന പുകഴ്വചനത്തിന് കീഴിൽ വഞ്ചിക്കപ്പെട്ട ജനകോടികളോട് ആര് മാപ്പ് പറയും? ജനാധിപത്യം വീണ്ടെടുക്കാൻ, ജനതയെ ഒന്നിപ്പിക്കാൻ കയ്യിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടനയുമായി നിരന്തരം പോരാടുന്ന ആ മനുഷ്യൻ ഒരു പ്രതീകമാണ്, ഒരു പ്രതീക്ഷയാണ്. നുണയുടെ നെടുംകോട്ടകൾ പൊളിച്ച് നേരിന്റെയും ഐക്യത്തിന്റെയും മഴവിൽ പതാകയും പേറി ഇന്ദ്രപ്രസ്ഥത്തിലൂടെ ഒരു നാൾ അയാൾ വരും. അതായിരിക്കണം ചരിത്ര നിയോഗം. കാലം വഴികാട്ടുക തന്നെ ചെയ്യും.